നമസ്കാരം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം BJP കൗൺസിലർ ആർ സുഗതന് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് 6 മാസത്തേക്ക് അവധി അനുവദിച്ച നടപടിയെ ന്യായീകരിച്ച് തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്. സുഗതൻ സമർപ്പിച്ച അവധി അപേക്ഷ പൂർണ്ണമായും നിയമപരമാണെന്നും സഭയിൽ വോട്ടെടുപ്പ് നടത്തുന്ന രീതി നിശ്ചയിക്കാൻ മേയർക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിനെ കൂട്ടുപിടിച്ചാണ് മേയർ ഈ വിഷയത്തിൽ പ്രതിരോധം തീർത്തത്. ഒരു കൗൺസിലറുടെ അംഗത്വം സംരക്ഷിക്കേണ്ടത് മേയറുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് വ്യക്തമാക്കിയ മേയർ ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച സർക്കുലറാണ് തന്റെ നടപടിക്ക് അടിസ്ഥാനമെന്നും കൂട്ടിച്ചേർത്തു. അവധി അനുവദിച്ചാൽ അംഗത്തിന് അയോഗ്യതയുണ്ടാവില്ലെന്ന് വ്യക്തമാക്കിയത് ആഭ്യന്തര വകുപ്പാണ്. സുഗതന് നൽകിയ അപേക്ഷയ്ക്ക് മറുപടിയായി ആഭ്യന്തര വകുപ്പ് നൽകിയ കത്തിൽ ഇക്കാര്യം അക്കമിട്ട് നിരത്തിയിട്ടുണ്ടെന്നും മേയർ ചൂണ്ടിക്കാട്ടി. BJP കൗൺസിലർക്ക് അനുകൂലമായി മാറിയ കത്ത് UDF-നെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിലാക്കിയിട്ടുണ്ട്. അതേസമയം ആർ സുഗതന്റെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച കത്തിൽ ആഭ്യന്തരമന്ത്രിക്കും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും കടുത്ത അതൃപ്തിയുണ്ട്. ജനപ്രതിനിധിയായ പ്രതിക്ക് സഹായകരമാകുന്ന രീതിയിൽ ഇത്തരം ഒരു കത്ത് നൽകാനിടയായ സാഹചര്യം വിശദമായി പരിശോധിക്കുമെന്നും ഇതിൽ അന്വേഷണം നടത്തുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയതായിട്ടാണ് വിവരം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയുടെ നിലനിൽപ്പിനെയും ഭൂരിപക്ഷത്തെയും തന്നെ ബാധിക്കുന്ന സുഗതന്റെ അവധി അപേക്ഷ അജണ്ടയിൽ ഉൾപ്പെടുത്തിയ ഘട്ടത്തിലാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി ഒപ്പുവെച്ച വിവാദ കത്ത് പുറത്തുവന്നത്. കൗൺസിൽ യോഗത്തിൽ ഈ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ സുഗതന് കൗൺസിലറായി തുടർന്നു പോകാം എന്നാണ് കത്തിന്റെ അവസാന വരികളിൽ പറയുന്നത്. സാധാരണ നിലയിൽ ജയിലിൽ കഴിയുന്ന ഒരു ജനപ്രതിനിധിയുടെ അവധി അപേക്ഷയിൽ ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനോ അതത് കൗൺസിലോ ഉചിതമായ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് വകുപ്പ് സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതിനു പകരം അപേക്ഷ വോട്ടിനിട്ട് പാസ്സാക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് കൃത്യമായ നിർദ്ദേശം നൽകിയത് ഭരണപക്ഷമായ UDF-നെയും സംസ്ഥാന സർക്കാരിനെയും ഒരുപോലെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി പോലും അറിയാതെയാണോ വകുപ്പിൽ നിന്ന് ഇത്തരമൊരു നിർദ്ദേശം പോയതെന്ന ചോദ്യം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ച ഗുരുതരമായ വീഴ്ചയാണോ അതോ കോർപ്പറേഷനിൽ BJP ഭരണസമിതിയെ സഹായിക്കാൻ നടന്ന ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് പുറത്തു കൊണ്ടുവരാൻ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് രാഷ്ട്രീയ ലോകത്തെ പൊതുവിലയിരുത്തൽ. കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലാണ് കാപ്പ കേസിൽ ജയിലിലായ ആർ സുഗതന് നഗരസഭാ ഭരണസമിതി അവധി അനുവദിച്ചത്. വോട്ടെടുപ്പ് വേളയിൽ UDF വിമതനായ സുധീഷ് കുമാറും BJP പിന്തുണച്ച് സുഗതൻ അവധി അപേക്ഷയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. സർക്കാർ ഉത്തരവിന്റെയും സഭയിലെ 51 അംഗങ്ങളുടെയും പിന്തുണയുടെയും അടിസ്ഥാനത്തിൽ സുഗതൻ 6 മാസത്തേക്ക് അവധി അനുവദിക്കുന്നുവെന്ന് മേയർ VV രാജേഷ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഭരണപക്ഷ നീക്കത്തിനെതിരെ LDF അംഗങ്ങൾ കൗൺസിലിൽ ശക്തമായ ബഹളവും പ്രതിഷേധവും ഉയർത്തിയതോടെ മറ്റ് അജണ്ടകളൊന്നും ചർച്ച ചെയ്യാതെ യോഗം പിരിഞ്ഞതായി പ്രഖ്യാപിച്ച് മേയർ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സുഗതന്റെ അവധിയപേക്ഷ മേയർ സഭയിൽ അവതരിപ്പിച്ച ഉടൻ തന്നെ പ്രതിപക്ഷം കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നു. മുനിസിപ്പാലിറ്റി ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഒരു ക്രിമിനൽ കേസ് പ്രതിക്ക് അവധി അനുവദിക്കുന്നതെന്ന് LDF കൗൺസിലർമാരും അതോടൊപ്പം UDF നേതാവുമായ KS ശബരിനാഥനും ചോദ്യമുയർത്തി. ഇതിന് മറുപടിയായിട്ടാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് മേയർ വായിച്ചു കേൾപ്പിച്ചത്. വാഴോട്ടുകോണം കൗൺസിലറായ സുഗതൻ തടവിൽ കഴിയവേ സംസ്ഥാന സർക്കാരിന് നൽകിയ അപേക്ഷയിലാണ് ജൂൺ 6-ന് ആഭ്യന്തര വകുപ്പ് സർക്കുലർ പുറത്തിറക്കിയത്. കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷ തീരുമാനമുണ്ടായാൽ അംഗത്തിന് അവധിയെടുക്കാം എന്നതായിരുന്നു ആഭ്യന്തര വകുപ്പ് സർക്കുലറിലെ പ്രധാന വ്യവസ്ഥ. എന്നാൽ കാപ്പ കേസ് പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള BJP ഭരണസമിതിയുടെ നിലപാടിനെതിരെ LDF അംഗങ്ങൾ മേയറുടെ ചേംബറിന് മുന്നിലെത്തി ഉപരോധ സമാനമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചട്ടവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നീക്കങ്ങളിലൂടെയാണ് സുഗതനെ മേയർ സംരക്ഷിക്കുന്നതെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് കുറ്റപ്പെടുത്തി. ഈ നടപടിക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും വിഷയം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ദീപക് വ്യക്തമാക്കി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി കരുതൽ തടങ്കലിൽ കഴിയുന്ന ആർ സുഗതൻ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുമായിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാനാണ് BJP ഭരണസമിതി വഴിവിട്ട രീതിയിൽ അവധി അപേക്ഷയുമായി മുന്നോട്ട് പോയത്. നിയമപരമായി കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത അംഗങ്ങൾക്ക് അവധി അനുവദിക്കാൻ കേരള മുനിസിപ്പൽ ആക്ടിൽ വ്യവസ്ഥകളുണ്ട്. എന്നാൽ കാപ്പ കേസ് പോലെയുള്ള ഗുരുതരമായ ക്രിമിനൽ കേസിൽ തടവിലാക്കപ്പെടുന്ന ഒരാൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ പ്രത്യേക നിഷ്കർഷകളോ വ്യക്തതയോ ആക്ടിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. 1994-ലാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത്. കാപ്പ നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2007-ലും. അതിനാൽ തന്നെ കാപ്പ കേസിൽപ്പെട്ട് ജയിലിലാകുന്ന ഒരു ജനപ്രതിനിധിക്ക് കൗൺസിലിൽ എന്ത് അവകാശങ്ങളാണുള്ളത് എന്ന് മുനിസിപ്പാലിറ്റി ആക്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നില്ല. മുനിസിപ്പൽ ആക്ട് മാത്രം കൂട്ടുപിടിച്ച് സുഗതനെ രക്ഷിച്ചെടുക്കാനാകില്ലെന്ന് ഉറപ്പായതോടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് BJPക്ക് വലിയ തുറുപ്പുചീട്ടായി മാറിയത്.